ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ പുതിയൊരു സ്റ്റോക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ജനുവരിയിൽ മാത്രം IPO വന്നൊരു സ്റ്റോക്കാണ്. ഏകദേശം ഒരു 4 മാസമായിട്ടുള്ള ഒരു ലിസ്റ്റ് ചെയ്തതിന് ശേഷം. പക്ഷേ ഓൾറെഡി ഇപ്പം നോക്കിയാൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ ഒരു വർഷത്തിലേക്ക് വരുമ്പോൾ നല്ല ഗ്രോത്ത് കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഏകദേശം 70-75% അവർക്ക് റവന്യൂവിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 10 കോടിയോളം കഴിഞ്ഞ ക്വാർട്ടറിൽ ലോസ് ആയിരുന്നു, അതായത് കഴിഞ്ഞ Q4. അവിടെ ഈ ഒരു Q4ലേക്ക് വന്നപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫുൾ ഫൈനാൻഷ്യൽ ഇയർ നോക്കിയാൽ FY25 FY26 എത്തുമ്പോഴത്തേന് ഏകദേശം 70% അവർക്ക് റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റ് നോക്കിയാൽ ഏകദേശം 115 കോടിയാണ് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ്. അത് കഴിഞ്ഞ വർഷം നോക്കിയാൽ ഏകദേശം 5-6 കോടി രൂപയായിരുന്നു അവർക്ക് ആകെ പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് 115 കോടിയിലേക്ക് അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ മാർജിൻസിൽ നല്ല എക്സ്പാൻഷൻ കാര്യങ്ങളുണ്ട്. മാനേജ്മെന്റ് ഗൈഡ് ചെയ്ത് വെച്ച് നോക്കിയാൽ ഏകദേശം ഒരു 3-4 വർഷത്തേക്ക് നല്ല രീതിയിൽ മാർജിൻസിൽ എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ വരുന്ന ഒരു 3-4 വർഷത്തേക്ക് നല്ല ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ബിസിനസ് എന്താണെന്ന് നോക്കാം, അതിനുശേഷം അവരുടെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നുള്ള PPT കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് അവരുടെ വാല്യുവേഷൻസ് കാര്യങ്ങളെല്ലാം നോക്കി നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. ബിസിനസിന്റെ പേരെന്ന് പറഞ്ഞാൽ ഷാഡോഫാക്സ് ടെക്നോളജീസ് എന്നാണ്. ഒരു തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് പ്ലെയർ ആണ്. എന്ന് വെച്ചാൽ ആമസോണിനോ അല്ലെ ഫ്ലിപ്കാർട്ടിനോ അങ്ങനെയുള്ള ബ്രാൻഡുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവർ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് ഇവർ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഡെലിവറി ചെയ്യാന്ന് പറയുമ്പോഴത്തേന് ഇപ്പോൾ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ആളുടെ അടുത്ത് നിന്ന് ഇവരെടുത്തിട്ട് അത് വെയർ ഹൗസിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് നമ്മുടെ അടുത്ത് ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്തിനടുത്തുള്ള വെയർ ഹൗസിൽ എത്തിച്ച് അവിടെ നിന്ന് ഈ പറഞ്ഞ കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യും. ആ രീതിയിൽ വർക്ക് ചെയ്യും. അതല്ല അതിപ്പോൾ ആമസോണിനൊക്കെ മാത്രം അവരുടെ ഫ്ലിപ്കാർട്ടിന് അവരുടെ ഒരു സൈഡിലത്തെ വെയർ ഹൗസിൽ നിന്ന് ഇപ്പോൾ ഹരിയാനയിലുള്ള ഒരു വെയർ ഹൗസിൽ നിന്ന് ഈ പറഞ്ഞ കോയമ്പത്തൂരേക്ക് ഒരു പ്രൊഡക്റ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇടയ്ക്കത്തെ ഒരു ചെറിയൊരു പോർഷനിൽ വേണമെങ്കിൽ ഇവർ വർക്ക് ചെയ്യും. അതല്ലാതെ മൊത്തത്തിൽ ഇപ്പോൾ പറഞ്ഞാൽ ഒരിടത്തുനിന്ന് എടുത്ത് അത് ലാസ്റ്റ് എൻഡ് വരെയുള്ള അത്രയും കാര്യങ്ങൾ അവർ തന്നെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനത്തെ നിർബന്ധങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അത് അവർ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അവർക്ക് എന്തൊക്കെയാണോ അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അതെല്ലാം അവർ ക്യാപ്ചർ ചെയ്യാനായിട്ട് നോക്കും. അതുപോലെ തന്നെ ഇവർ ഇപ്പോൾ ഈ പറഞ്ഞ ക്വിക്കോമേഴ്സിലുണ്ട്, ഇൻസ്റ്റാമാർട്ടിലോ ബ്ലിങ്കിറ്റോ പോലത്തെ ആ സർവീസുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴും ഇവരിപ്പോൾ ഇൻസ്റ്റാമാർട്ടുമായിട്ടോ അല്ലെങ്കിൽ ബ്ലിങ്കിറ്റുമായിട്ടോ അവരുമായിട്ട് മാത്രം ടൈപ്പിൽ അങ്ങനെ വർക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു IPL നടക്കുന്നു, ആ ഒരു സമയത്ത് ഈ പറഞ്ഞ സൊമാറ്റോയുടെ ഡെലിവറി ബോയ്സിന് തികയുന്നില്ല, ആ ഒരു സമയത്ത് ഇവരുടെ പാർട്ട്നേഴ്സിനെ അവർക്ക് സപ്ലൈ ചെയ്യും. അപ്പോൾ ഈ കമ്പനികളൊക്കെ ആയിട്ട് ഇവർക്ക് ടൈപ്പ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏതാണ് ഏരിയയിലുള്ളത് അവിടെ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതല്ലാതെ ഇവർക്ക് അത്യാവശ്യ സമയത്ത് വേറെ കൂടുതലായിട്ട് ആൾക്കാരെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സർവീസുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതല്ലാതെയുള്ള നോർമൽ ആയിട്ടുള്ള കൊറിയേഴ്സ് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ അവർ പുതിയ 1-2 സെഗ്മെന്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ക്രിട്ടിക്കൽ ലോജിസ്റ്റിക്സ് ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ എക്യുപ്മെന്റ് പോലത്തെ കാര്യങ്ങളിലേക്ക് അവർ കിടന്നിട്ടുണ്ട്. കുറച്ചുകൂടെ കെയർ വേണ്ട അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട പ്രൊഡക്റ്റുകൾ, അങ്ങനത്തെ പ്രൊഡക്റ്റുകളിലേക്ക് അവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു പുതിയൊരു കമ്പനി അവർ അക്വയർ ചെയ്തിട്ടുണ്ട്, 100% ഇപ്പോൾ അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബിസിനസിന്റെ ത്രൂ ആണ് ഇവർ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അത് കുറച്ചുകൂടെ മാർജിൻസ് ഇംപ്രൂവ് ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റുകളാണ്. കാരണം ഇങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ട പ്രൊഡക്റ്റുകൾക്ക് എന്തായാലും പ്രീമിയം കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അതൊരു കാര്യം. അതുപോലെ തന്നെ ഇവർ ഞാൻ പറഞ്ഞില്ലേ ക്വിക്കോമേഴ്സിൽ ഇവർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ തേർഡ് പാർട്ടി ഇപ്പം ബ്ലിങ്കിറ്റിനോ അല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്ടിനോ ഒക്കെ പോലെ ഇവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇവർക്ക് ഏകദേശം ഒരു 15 ഡാർക്ക് സ്റ്റോർസ് ഉണ്ട്. ഡാർക്ക് സ്റ്റോർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പൊ ഈ ഇൻസ്റ്റാമാർട്ടിന്റെ ബ്ലിങ്കിറ്റിന്റെ ഒക്കെ ഇവരിപ്പോൾ നമ്മൾ ഒരു ഓർഡർ കൊടുക്കുമ്പോഴത്തേന് അവർ വേറെ കടകളിൽ നിന്ന് സാധനം എടുക്കുമല്ലോ. ഇപ്പോൾ ഇവർക്ക് ഒരു വെയർ ഹൗസ് ഉണ്ടാവും, ആ വെയർ ഹൗസിൽ നിന്നാണ് ഇവർ നമുക്ക് പ്രൊഡക്റ്റ് എത്തിക്കുന്നത്. അപ്പോൾ ആ പറയുന്ന സ്റ്റോറുകൾക്ക് അല്ലെ ആ വെയർ ഹൗസിന് പറയുന്ന പേരാണ് ഡാർക്ക് സ്റ്റോർ എന്നുള്ള കാര്യം. ഇവർക്ക് ഏകദേശം 15 ഡാർക്ക് സ്റ്റോർ ആണ് ഇപ്പോൾ ഉള്ളത്. അത് അവർ 2-3 വർഷമായിട്ട് അവർ നടത്തുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ അതിലേക്ക് എക്സ്പാൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ആയിട്ട് അവർ ചെയ്ത് നോക്കിയാണ്. അത് നോക്കിയാൽ അത് സക്സസ്ഫുൾ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫൈനാൻഷ്യൽ ഇയറിൽ അവർ ഈ 15 എന്നുള്ളത് 100 ആക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 100 സെപ്പറേറ്റ് വെയർ ഹൗസുകൾ, ഈ ഡാർക്ക് സ്റ്റോറുകൾ അവർ പുതിയതായിട്ട് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ മാത്രം ഓപ്പൺ ചെയ്യുമെന്നാണ് പറഞ്ഞത്. FY27 ആ ഒരു ബിസിനസ് അവർക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർ പുതിയതായിട്ട് ഇപ്പോൾ ലാർജ് പ്രൊഡക്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഫ്രിഡ്ജോ TV അതുപോലത്തെ വലിയ വലിയ പ്രൊഡക്റ്റുകൾ ഇവർ ഹാൻഡിൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വരുന്ന സമയത്തും മാർജിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കൂടാതെ തന്നെ ഇവരിപ്പം പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ള ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രൈം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സെയിം ഡേ ഡെലിവറി അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഡെലിവറി. ഒരേ സിറ്റിയിൽ തന്നെയാണ് അവർ സെയിം ഡേയിൽ ഡെലിവറി ചെയ്യും. അതല്ല അടുത്ത വേറെ സിറ്റിയിലേക്കാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഡെലിവറി ചെയ്യും. അതും ഇവരുടെ പ്രീമിയം കൂടുതലുള്ള, അതായത് ഇവരുടെ മാർജിനെ ഇംപ്രൂവ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ പറഞ്ഞ പ്രൈം ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ അതും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവരുടെ ഒരു ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനകത്ത് തന്നെ ഇപ്പം നമ്മൾ ഇവരെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ ബിസിനസ്സുകൾ നമ്മൾ കൃത്യമായിട്ട് ഒരു 3 സെപ്പറേറ്റ് വിങ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒന്ന് എക്സ്പ്രസ് എന്ന് പറയും. എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ നോർമൽ ഇ-കോമേഴ്സ് ഇപ്പോൾ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നോ അങ്ങനെ വരുന്ന ഓർഡറുകൾ ഹാൻഡിൽ ചെയ്യുന്നതിനാണ് ഇവർ എക്സ്പ്രസിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പ്രസിലാണ് ഇവർ ഈ പറഞ്ഞ പ്രൈം ഡെലിവറി കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് സെയിം ഡേ ഡെലിവറി അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഡെലിവറി കാര്യങ്ങളെല്ലാം വരുന്നത് ഈ പറഞ്ഞ എക്സ്പ്രസിന്റെ ബിസിനസിന് അണ്ടറിലായിട്ടാണ് വരുന്നത്. പിന്നീട് രണ്ടാമതാണ് ഹൈപ്പർ ലോക്കൽ. ഹൈപ്പർ ലോക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ക്വിക്കോമേഴ്സ് ആണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ക്വിക്കോമേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഊബറിനൊക്കെ അത്യാവശ്യമായിട്ട് ഇപ്പോൾ ആൾക്കാരെ വേണമെന്നുണ്ടെങ്കിൽ, വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സർവീസ് ഊബറിനൊക്കെ കൊടുക്കുന്നുണ്ട്. അതുമെല്ലാം വരുന്നത് ഈ പറഞ്ഞ ഹൈപ്പർ ലോക്കലിന് അണ്ടറിലാണ് വരുന്നത്. പിന്നെ മൂന്നാമതുള്ളതാണ് അതർ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ ഞാൻ ഈ പറഞ്ഞ ഡാർക്ക് സ്റ്റോർ പുതിയതായിട്ട് വരുന്നതിനെ പറ്റിയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലോജിസ്റ്റിക്സ് ഹാൻഡിൽ ചെയ്യുന്നതിനെ പറ്റിയിട്ട് വരുന്നത്, അതല്ലെങ്കിൽ ലാർജ് ലോജിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ വരുന്നത്, ഇതെല്ലാം വരുന്നത് അതർ ലോജിസ്റ്റിക്സിലാണ്. അതെല്ലാം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്തൊക്കെ എക്സ്പാൻഷനൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർജിൻസ് ഈ പറയുന്ന എല്ലാ സ്ഥലത്തും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സോ അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഈ 3 ഡിഫറെന്റ് വിങ്ങുകളാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്: എക്സ്പ്രസ്, അതുപോലെ തന്നെ ഹൈപ്പർ ലോക്കൽ, പിന്നെയുള്ള അതേഴ്സ്. സോ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ അതുപോലെ നമ്മൾ ഈ ബിസിനസിനെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാൻ നേരത്തേക്ക് നമുക്ക് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇവർ ഡെലിവറിയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ ഡെലിവറി വോളിയം വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഓരോ ക്വാർട്ടറിലും നമ്മൾ ഈ കമ്പനിയെ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഡെലിവറി വോളിയത്തിൽ ഗ്രോത്ത് വരുന്നുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്.
അതേപോലെ തന്നെ ഡെലിവറി പാർട്ട്നേഴ്സിനെ ഇൻക്രീസ് ചെയ്യുന്നുള്ളതായി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2,60,000 ഡെലിവറി പാർട്ട്നേഴ്സ് ഉണ്ട് അവർക്ക്. അത് ഇൻക്രീസ് ആവുന്നത് പ്രത്യേകിച്ച് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ തന്നെ ട്രാക്ക് ചെയ്യേണ്ട ഒരു നമ്പറാണിത്. ഈ പറഞ്ഞ വോളിയത്തിന്റെ കാര്യമാണ് നമുക്ക് ഇയർ ഓൺ ഇയർ നോക്കിയാൽ തന്നെ ഓക്കെ ആയിരിക്കും. പക്ഷേ നമുക്ക് ഈ ഡെലിവറി പാർട്ട്നേഴ്സ് നമുക്ക് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ തന്നെ ഇൻക്രീസ് ചെയ്താൽ അത്ര നല്ലതാണ്. ബിസിനസ് അത്ര അഗ്രസീവ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഡെലിവറി പാർട്ട്നേഴ്സിന്റെ എണ്ണം കൂടുതലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വെയർ ഹൗസുകൾ അല്ലെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന ലോജിസ്റ്റിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, വെഹിക്കിൾസിന്റെ എണ്ണം ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. പിന്നെ റവന്യൂ പ്രോഫിറ്റ് അത് നമ്മൾ നോർമലായിട്ട് നോക്കണം. പ്രോഫിറ്റിനെ കഴിഞ്ഞ് കൂടുതലായിട്ട് ഇവരുടെ മാർജിൻസ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. മാർജിൻസ് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ആയിക്കോളും. റവന്യൂവിൽ വരുന്ന ഗ്രോത്തിന്റെ കാര്യം നോക്കണം, മാർജിൻസ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അതുപോലെ തന്നെ ഇവർ എത്ര പിൻകോഡുകളിൽ ഡെലിവറി ചെയ്യുന്നു എന്നുള്ള കാര്യം. ഇന്ത്യയിൽ ഏകദേശം 19,000 പിൻകോഡാണ് ടോട്ടൽ ഉള്ളത്. അതിലിപ്പോൾ നോക്കിയാൽ അവർ ഏകദേശം 16,500 പിൻകോഡിൽ ഇവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. അത് ഓരോ ക്വാർട്ടറിൽ ഏകദേശം ഒരു 400ഓളം പുതിയ പിൻകോഡുകൾ ഇവർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വർഷം തീരുന്ന സമയത്ത് അവർ ഏകദേശം 17,000ഓളം പിൻകോഡിലേക്ക് എത്തുന്നു. അടുത്ത ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് FY28 എൻഡ് ചെയ്യുന്ന സമയത്ത് അവർ മൊത്തത്തിൽ ഇന്ത്യയിൽ മൊത്തം റീച്ച് ചെയ്യുന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അറൗണ്ട് നമുക്ക് എല്ലാ ക്വാർട്ടറിലും ഏകദേശം ഒരു 400-500 പിൻകോഡെങ്കിലും ഇവർ ആഡ് ചെയ്യുന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. പിൻകോഡ് ഇൻക്രീസ് ആവുന്നുണ്ടോ, വോളിയത്തിൽ ഗ്രോത്ത് വരുന്നുണ്ടോ, ഡെലിവറി പാർട്ട്നേഴ്സിൽ ഗ്രോത്ത് വരുന്നുണ്ട്, പിന്നെ കൂടെ റവന്യൂ, അതുപോലെ തന്നെ മാർജിൻസ്. ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു കമ്പനിയെ ട്രാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുക, അതിനകത്ത് അവരുടെ PPT കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിനകത്ത് മെയിൻ കാര്യങ്ങൾ നോക്കാം. അതിനുശേഷം നമുക്ക് മാനേജ്മെന്റ് കമന്റ് എന്താണെന്നുള്ള കാര്യം, അടുത്ത വർഷത്തേക്ക് മാനേജ്മെന്റിന്റെ ഗൈഡൻസ് കാര്യങ്ങൾ എന്താണ് ഒന്നെങ്കിൽ ഞാൻ ആ PPT ഷെയർ ചെയ്യുന്ന കൂടുതൽ പറയാം, അതല്ലെങ്കിൽ നമുക്ക് വീഡിയോയുടെ എൻഡിൽ എന്തായാലും ഗൈഡൻസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഫോർവേഡ് പി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ഇതാണ് ഷാഡോ ഫാക്സ് ടെക്നോളജീസിന്റെ Q4 FY26 ഇൻവെസ്റ്റർ പ്രസന്റേഷൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴേക്ക് നോക്കാം. ബിസിനസ് എന്താണെന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് കമ്പനിയാണ്. അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അവർക്ക് ഏകദേശം 4,778 ടച്ച് പോയിന്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അതുപോലെ തന്നെ അവരിപ്പോൾ ഞാൻ പറഞ്ഞില്ല, പിൻകോഡിൽ അവർ സർവീസ് ചെയ്യുന്ന ഏകദേശം 15,656 പിൻകോഡിലാണ് അവരിപ്പം സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ്, അതായത് അവരുടെ വെയർ ഹൗസ് കാര്യങ്ങളെല്ലാം ടോട്ടൽ സൈസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏകദേശം 3,500ഓളം ട്രക്ക് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വന്തമായിട്ടുള്ള ട്രക്കല്ല, ഇതെല്ലാം ഇവർ ലീസിന് എടുത്തിരിക്കുന്ന ട്രക്കുകളാണ്. അതുപോലെ തന്നെ ഇതൊരു അസറ്റ് ലൈറ്റ് മോഡലാണ് ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ ഇവർ മെയിനായിട്ട് ഇവർക്ക് വെയർ ഹൗസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇവർക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അവർക്ക് വേണ്ടി ഡെലിവറി പാർട്ട്നേഴ്സ് ആണ്. അതല്ലാതെ കൂടുതലായിട്ട് ഇവർക്ക് അസറ്റ് കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ്സിൽ കൂടുതൽ ആൾക്കാരെ ഇവർക്ക് അട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ്, അതായത് അവരുടെ സെയിൽസ് ഗ്രോത്തിനെ കഴിഞ്ഞ് ഒരുപാട് മുകളിൽ റവന്യൂ ഗ്രോത്ത് തരാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ഉള്ള ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് ഇതെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഇതിപ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ള വെയർ ഹൗസ്, അതിനുശേഷം നമ്മുടെ ഇപ്പോൾ എവിടെയാണ് ഡെലിവറി ചെയ്യുന്നതിനടുത്തുള്ള ചെറിയ വെയർ ഹൗസ്, അതാണ് അവർ ഈ മിഡിൽ മൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അത് ഏകദേശം 22 ലക്ഷമാണ് അതിന്റെ സ്ക്വയർ ഫീറ്റിന്റെ സൈസ് ഉള്ളത്. ഏകദേശം 47 ലക്ഷമാണ് മൊത്തമുള്ള സൈസ്. അതിൽ നിന്ന് 22 ലക്ഷത്തോളം ഈ പറയുന്നത് ചെറിയ വെയർ ഹൗസുകളാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യമാണ് നോക്കട്ടെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2,60,000 അവർക്ക് ടോട്ടൽ എന്താ പറയുക പാർട്ട്നേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം, ഡെലിവറി പാർട്ട്നേഴ്സ് ഉണ്ടെന്നുള്ള കാര്യമാണ്. പിന്നെ അവരുടെ ബിസിനസ് മോഡൽ ഏതൊക്കെയാണെന്നുള്ള കാര്യം ഈ പറഞ്ഞ പോലെ ഇവർ കസ്റ്റമേഴ്സിലേക്ക് ഡെലിവറി ചെയ്യും, അതല്ലെന്നുണ്ടെങ്കിൽ B2Bയിൽ തമ്മിൽ അവരുടെ തന്നെ വെയർ ഹൗസുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെലിവറി ചെയ്ത് കൊടുക്കുക. അതെല്ലാം ക്വിക്ക് കൊമേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഷെയറിന്റെ കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. FY22 8% ഉണ്ടായിരുന്ന മാർക്കറ്റ് ഷെയർ ഇപ്പോൾ നോക്കിയാൽ 27 to 29%. അതെന്ന് പറയുന്നത് നമ്മുടെ എക്സ്പ്രസ് ഡെലിവറിയുടെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എക്സ്പ്രസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇ-കൊമേഴ്സിന്റെ കാര്യം ആണ് എക്സ്പ്രസ് ഡെലിവറി എന്ന് പറയുന്നത്. അത് ഏകദേശം ഇപ്പോൾ 30% അവർക്ക് മാർക്കറ്റ് ഷെയർ എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ അവരുടെ ബിസിനസ് മോഡൽ നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യം ഒന്ന് പറഞ്ഞ എക്സ്പ്രസ് എന്ന് പറയുന്നൊരു വേവിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നോക്കിയാൽ ഹൈപ്പർ ലോക്കൽ എന്ന് പറഞ്ഞ വിങ് ഉണ്ട്. പിന്നെ അതർ സർവീസസ് ഇവിടെ നോക്കിയാൽ എക്സ്പ്രസിലാണ് ഈ പറഞ്ഞ പോലെ നോർമൽ ആയിട്ടുള്ള ഡെലിവറി, അതുപോലെ തന്നെ റിവേഴ്സ് പിക്കപ്പിന്റെ കാര്യം, പിന്നെ പ്രൈം ഡെലിവറി, ഈ കാര്യങ്ങളെല്ലാം വരുന്നത് എക്സ്പ്രസിന്റെ അണ്ടറിലാണ്. ഹൈപ്പർ ലോക്കലിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വിക്ക് കൊമേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ അതേഴ്സ് എന്ന് പറയുന്ന സെഗ്മെന്റിലാണ് ഈ പറഞ്ഞ ക്രിട്ടിക്കൽ ലോജിസ്റ്റിക്സ്, അതല്ലെങ്കിൽ ഇതിനകത്താണ് B2Bയിൽ വരുന്ന കാര്യങ്ങൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് സ്റ്റോർ കാര്യങ്ങളൊക്കെ വരുന്നതും ഈ അതർ എന്ന് പറയുന്ന സർവീസിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇവിടെ മാർക്കറ്റ് ഷെയറിന്റെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി താഴേക്ക് വന്നാൽ ഇവർ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞാൽ ബിസിനസ് മോഡൽ എങ്ങനെയാണെന്നുള്ള കാര്യം. ഒന്ന് എക്സ്പ്രസിൽ ഇവർ ചിലപ്പോൾ ഒരു കസ്റ്റമർക്ക് വേണ്ടത്, ഇപ്പോൾ ക്ലയന്റ് 1 വേണ്ടത് എക്സ്പ്രസ് ഡെലിവറിയിലെ കാര്യങ്ങളൊക്കെയാണ്. അതായത് നോർമലായിട്ട് ഡെലിവറി ചെയ്യുക, അവിടെ നിന്ന് തിരിച്ച് വേണമെങ്കിൽ റിവേഴ്സ് പിക്കപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ പ്രൈം ഡേ ഡെലിവറി, 1 ഡേ ഡെലിവറി, അല്ലെങ്കിൽ 2 ഡേ ഡെലിവറി, അല്ലെങ്കിൽ സെയിം ഡേ ഡെലിവറി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഡെലിവറി ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം എക്സ്പ്രസ് ലോജിസ്റ്റിക്സ് വരും. അതേ കസ്റ്റമർക്ക് ചിലപ്പം ഹൈപ്പർ ലോക്കലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ ആമസോണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം ഈ പറഞ്ഞ ക്വിക്ക് കൊമേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അവർക്ക് നോർമൽ ആയിട്ടുള്ള ഡെലിവറി ആവശ്യം ഉണ്ടാവും. അതേപോലെ തന്നെ അവർക്ക് ഈ അതർ സർവീസിലുള്ള ഇപ്പോൾ ക്രിട്ടിക്കൽ ലോജിസ്റ്റിക്സ് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ മെഡിക്കൽ എക്യുപ്മെന്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ സെർവ് ചെയ്യുന്നുണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ TV, അതല്ലെങ്കിൽ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ, അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ സെല് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ സർവീസ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനിടയ്ക്ക് നോക്കിയാൽ ഹൈപ്പർ ലോക്കൽ എന്ന് പറഞ്ഞ സർവീസ് അവർ ചിലപ്പോൾ എടുക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അവർക്കപ്പം എന്തൊക്കെ എവിടുന്നൊക്കെയാണോ അവർക്ക് ബിസിനസ് കിട്ടുന്നത് ആ ബിസിനസ്സുകളെല്ലാം അവർ അക്വയർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് അവരുടെ ക്വാർട്ടർലി പെർഫോമൻസിന്റെ ഫിഗേഴ്സ് ആണ്. നമുക്ക് ഇതിന്റെ താഴെ ഇവിടെ നോക്കാം, ഇതാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവുന്നത്. ഈ ഒരു Q4 അപ്ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ല, വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏകദേശം 74% അവരുടെ റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്നത്. 1,237 കോടിയാണ് അവരുടെ റവന്യൂ എന്ന് പറഞ്ഞ ഈ ഒരു ക്വാർട്ടറിൽ.
അത് ഇത് ഇയർ ഓൺ ഇയർ ആണ് 74%. കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്ന് Q3 നിന്ന് Q4 നോക്കുമ്പോൾ ഏകദേശം 7% അവർക്ക് അവിടെ റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. നോർമലി ഈ ഒരു സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ Q3 ആണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഡെലിവറി കാര്യങ്ങളൊക്കെ വരുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് വെച്ചാൽ ഇന്ത്യയിൽ ഫെസ്റ്റിവൽ സീസണിൻ്റെ സമയമാണല്ലോ. അത് വരുന്നത് Q3 മെയിനായിട്ട്. അതുകൊണ്ട് തന്നെ Q3 കഴിഞ്ഞ് നോർമലി റവന്യൂ കാര്യങ്ങളൊക്കെ കുറവാണ് Q4 വരാറ്. പക്ഷേ ഈ ഒരു ക്വാർട്ടറിൽ നോക്കി കഴിഞ്ഞാൽ, ഈ ഒരു വർഷം നോക്കിയാൽ Q3 കഴിഞ്ഞ് ബെറ്റർ ആയിട്ട് Q4 പെർഫോമൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ തന്നെ ഇവിടെ ഏകദേശം 7% ഗ്രോത്ത് വന്നിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കേണ്ടത് അവർ എത്ര ഓർഡേഴ്സ് ഡെലിവറി ചെയ്തു എന്നുള്ള കാര്യം. ഈ ഒരു ക്വാർട്ടറിൽ അവർ ഏകദേശം 22.6 കോടി ഓർഡേഴ്സാണ് ഈ ഒരു ക്വാർട്ടറിൽ ഡെലിവറി ചെയ്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ 100% ഗ്രോത്ത് ആണ് ഇയർ ഓൺ ഇയർ. കഴിഞ്ഞ Q4 ഈ Q4 100% ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഈ റവന്യൂവിൻ്റെ കോൺട്രിബ്യൂഷനെ കാണിച്ചിരിക്കുന്നത് ഏകദേശം 925 കോടി വന്നിരിക്കുന്ന എക്സ്പ്രസ് ഡെലിവറിയിൽ നിന്ന് 232 കോടിയാണ് ഹൈപ്പർ ലോക്കലിൽ നിന്ന് വന്നിരിക്കുന്നത്. ക്യുക്കമേഴ്സിൽ നിന്ന് വന്നിരിക്കുന്നതാണ് 232. പിന്നെ ബാക്കിയുള്ള ചെറിയ എമൗണ്ട് ആണ് അതർ സെഗ്മെന്റിൽ നിന്ന്, അത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള ആ ചെറിയ എമൗണ്ടേ ഉള്ളൂ അതിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഹൈപ്പർ ലോക്കലിൽ ഏകദേശം 31%, 32% ഗ്രോത്ത് വന്നിട്ടുള്ളൂ. അതുപോലെ എക്സ്പ്രസിൽ 100% മുകളിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഈ ഹൈപ്പർ ലോക്കലൊക്കെ ആണെങ്കിലും എന്തായാലും ഒരു അറൗണ്ട് 40-50% മുകളിൽ ഗ്രോത്ത് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ മാത്രമാണ് ഈ ഒരു ഫിഗേഴ്സ് കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഫുൾ ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ നമുക്ക് 50% മുകളിൽ ഗ്രോത്ത് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്ജസ്റ്റഡ് എബിറ്റ ഉണ്ട്, അതുപോലെ തന്നെ റിപ്പോർട്ടഡ് എബിറ്റ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ പുതിയ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മുടെ ലീസ് ലയബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് ഡിപ്രീസിയേഷനിലാണ്. ഡിപ്രീസിയേഷൻ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കോസ്റ്റിലുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടഡ് എബിറ്റ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഹയർ ആയിട്ട് വലിയ നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം 6.6 ആണ്. അതല്ല നമ്മൾ പഴയ മെത്തേഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ ലീസ് ലയബിലിറ്റി ഒക്കെ എക്സ്പെൻസിൽ കുറച്ചിട്ട് ഈ എബിറ്റ നമ്പർ കുറവായിരിക്കും പഴയ രീതിയിൽ നോക്കിയാൽ. അതുകൊണ്ട് തന്നെ ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അഡ്ജസ്റ്റഡ് എബിറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവരുടെ ഈ കമ്പനിയെ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് മാനേജ്മെന്റ് കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഇതിനെപ്പറ്റി മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫിഗേഴ്സ് നോക്കിയാൽ മതി. അഡ്ജസ്റ്റഡ് എബിറ്റ നോക്കിയാൽ അവർക്ക് ഏകദേശം മാർജിൻ 4.7% മാർജിൻ ഈ ഒരു ക്വാർട്ടറിലുണ്ട്. അത് നോക്കിയാൽ തന്നെ 400 ബേസിസ് പോയിന്റിന്റെ ഇംപ്രൂവ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. 400 ബേസിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 4%. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ Q4 ഏകദേശം 0.7 ഉണ്ടായിരുന്ന എബിറ്റ മാർജിൻ ആണ് ഇപ്പോൾ 4.7% ആയിട്ട് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്ന് പോലും 0.4%, 40 ബേസിസ് പോയിന്റിന്റെ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ പോലും എബിറ്റയിൽ ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു അസറ്റ് ലൈറ്റ് മോഡലായിട്ടുള്ള അല്ലെങ്കിൽ ടെക് എനേബിൾഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ബിസിനസ്സുകളാകുമ്പോഴത്തേക്കും ഇവർക്ക് മാർജിൻസ് പെട്ടെന്നായിരിക്കും ഇമ്പ്രൂവ് ആവുന്നത്. കാരണം ആദ്യം ഇവർക്ക് ഇനിഷ്യൽ സ്പെൻഡ് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന അതിലേക്ക് എത്ര ക്ലയൻസിനെ കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നു, ഈ അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഇവരുടെ ഡയറക്റ്റ് ആയിട്ട് ഇവരുടെ പ്രോഫിറ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവരുടെ മാർജിൻസ് ഒക്കെ ഈ രീതിയിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് നോക്കിയാൽ ഈ ഒരു ക്വാർട്ടർ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വർഷം ഈ Q4 10 കോടി നെഗറ്റീവ് ആയിരുന്നു. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ വരുമ്പോൾ ഈ Q4 56 കോടിയാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 4.5% പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. അത് നോക്കിയാൽ ഏകദേശം 6% അവരുടെ മാർജിൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇയർ ഓൺ ഇയർ. കഴിഞ്ഞ വർഷം നെഗറ്റീവ് ആയിരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല 10 കോടി നെഗറ്റീവ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. പ്രോഫിറ്റ് അല്ലായിരുന്നു, അവർക്ക് 10 കോടി ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ടോട്ടൽ അവർക്ക് എത്ര ഡെലിവറി പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് ഇനി ഫുൾ ഫൈനാൻഷ്യൽ ഇയർ നോക്കിയാൽ ഏകദേശം 70% റവന്യൂ ഗ്രോത്ത്. അതുപോലെ തന്നെ ടോട്ടൽ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ 72 കോടിയാണ്. അതിന് 66% ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇത് 70% റവന്യൂ ഗ്രോത്തിൽ 66% വോളിയം ഗ്രോത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ എക്സ്പ്രസിൽ 77% ഗ്രോത്തും, ഹൈപ്പർ ലോക്കൽ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം 50% മുകളിൽ 54% ഗ്രോത്തും അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ഫുൾ ഇയർ എബിറ്റ മാർജിൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫുൾ ഇയറിലെ എബിറ്റ മാർജിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 3.8% ഉണ്ട്. അവിടെ നോക്കിയപ്പോൾ ഏകദേശം 1.8% ഇൻക്രീസ് വന്നിട്ടുണ്ട്. 150 ബേസിസ് പോയിന്റിന് ഇൻക്രീസ് ഈ പറഞ്ഞ എബിറ്റ മാർജിനിൽ, അഡ്ജസ്റ്റഡ് എബിറ്റ മാർജിനിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 112 കോടിയായിട്ടുണ്ട്. അതും ഏകദേശം പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ 2.7 ആണ്. 0.3 നിന്നാണ് ഈ ഒരു 2.7 ഇമ്പ്രൂവ് ആയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 5-6 കോടി രൂപ മാത്രമായിരുന്നു അവർക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. അവിടെ 112 കോടിയിലേക്ക് അവരുടെ പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓർഡേഴ്സിന്റെ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്പ്രസിലും അല്ലെങ്കിൽ ഹൈപ്പർ ലോക്കലിലും ഒക്കെ വന്നിരിക്കുന്ന വോളിയത്തിന്റെ ഗ്രോത്ത് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 8 കോടി നിന്നാണ് 18 കോടിയിലേക്ക് കൂടിയിരിക്കുന്നത്. ഹൈപ്പർ ലോക്കൽ 3.2 കോടിയും 4.2 കോടിയായിട്ടാണ് കൂടിയിരിക്കുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒന്നും പറയേണ്ടതായിട്ടില്ല. നമുക്കിവിടെ മാർജിൻസിന്റെ കാര്യം നോക്കിയാൽ മതി. ഇപ്പോൾ എബിറ്റ മാർജിൻ നോക്കിയാൽ, അഡ്ജസ്റ്റഡ് എബിറ്റ മാർജിൻ നോക്കിയാൽ 4.7 ആണ് അഡ്ജസ്റ്റഡ് എബിറ്റ ഉള്ളത്. നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അതിൻ്റെ എക്സ്പാൻഷനാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാവുന്ന കാര്യമാണ്. നമുക്കിനി മെയിനായിട്ട് നോക്കേണ്ടത് വെച്ചാൽ മാർജിൻസിന്റെ ഇംപ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. കഴിഞ്ഞ വർഷം 0.7 ഉണ്ടായിരുന്ന ബെറ്റ മാർജിൻ ഇപ്പോൾ 4.7 ആയിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ റിസീവുകളൊക്കെ നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്തിനനുസരിച്ചുള്ള ഗ്രോത്ത് മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പേയബിൾസ് ആണെങ്കിലും ബിസിനസിന്റെ ഗ്രോത്തിനനുസരിച്ചുള്ള രീതി തന്നെയാണ് അതെല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയ നമ്മൾ കൺസേണിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. ക്യാഷ് ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 350 കോടിയാണ് CFO എന്ന് പറയുന്നത്. നല്ല രീതിയിൽ അവർ ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവരുടെ ക്യാപെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 57% നെറ്റ്വർക്ക് ആൻഡ് ഓട്ടോമേഷനിലേക്കാണ് 57% അവർ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നത്. ഇപ്പോൾ അത് നോക്കിയാൽ 69% കൂടിയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റുകൾ കാര്യങ്ങൾ നോക്കി, അഡ്മിൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ യെല്ലോയിൽ കാണുന്നതാണ്. അത് 8% ഉണ്ടായിരുന്നത് 5% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പറഞ്ഞ അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള മോഡലുകളിലേക്ക് വരുമ്പോഴത്തേന് ഇങ്ങനത്തെ അഡ്മിൻ കോസ്റ്റ്, ആ രീതിയിലുള്ള കോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വളരെ കുറയും. അതുകൊണ്ടാണ് ഇവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഒക്കെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടാൻ സാധ്യത കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയെ കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അവർ പുതിയതായിട്ടൊരു വെയർ ഹൗസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ Q4 സ്റ്റാർട്ട് ചെയ്തിരുന്നത്. താഴേക്ക് വന്നാൽ ഇവിടെ അവരുടെ ഏതൊക്കെയാണ് അവരുടെ ഡെലിവറി മോഡൽ എന്നുള്ള കാര്യം, കൊമേഴ്സ്, പ്രൈം ലാർജ്, പിന്നെ ക്രിട്ടിക്കൽ ലോജിസ്റ്റിക്സ്.
ഈ 3 പ്രൊഡക്റ്റുകളാണ് വരുന്നത്. അതിനകത്ത് ഇപ്പോൾ അവർ പുതിയതായിട്ട് ആമസോൺ നൗ ആയിട്ട് ടൈപ്പിലെത്തിയിട്ടുണ്ട്. ആമസോൺ നൗ ക്വിക്ക് കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അവരുമായിട്ടുള്ള ഡെലിവറി പാർട്ണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഇവരുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന്. പിന്നെ അതുപോലെ തന്നെ ഇവർ 100 ഡാർക്ക് സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോക്കി കഴിഞ്ഞാൽ പ്രൈം ഷാഡോ വാക്സ് 360 എന്ന് പറഞ്ഞിട്ട് അവരൊരു പുതിയൊരു പ്ലാറ്റ്ഫോം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇവർക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് നോക്കിയാൽ ഒന്ന് ഈ പറഞ്ഞ ഇ കൊമേഴ്സ് കാര്യങ്ങളിലൂടെ വരുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതല്ലാതെ ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ ഡയറക്റ്റ് ആയിട്ട് സെല് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ മിന്ത്രയിലോ ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ട് ഇത് സെല് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തായാലും കമ്മീഷൻ പോകുന്നുണ്ട്. അതിന് പകരം ഇവർ സ്വന്തമായിട്ട് ഇവരുടെ പ്രൊഡക്റ്റുകളെ സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്ത്, ഇപ്പോൾ ഡെർമയൊക്കെ അവരുടെ പ്രൊഡക്റ്റുകൾ സ്വന്തമായിട്ടാണ് ബ്രാൻഡ് ചെയ്ത് സെല് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ സ്വന്തമായിട്ട് സെല് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ മാർജിൻസ് കാര്യങ്ങൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരുപാട് MSMEസും അല്ലെങ്കിൽ SMEസും ഒക്കെ ഉള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരേണ്ട നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അങ്ങനത്തെ MSMEകൾക്കും SMEകൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഷാഡോ വാക്സ് 360 എന്ന് പറയുന്നത്. അത് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൈം ലാർജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ലാർജ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പം അതിൻ്റെ അവർ ഏകദേശം 6000-ഓളം പിൻകോഡുകളിലായിരുന്നു ഡെലിവറി ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ 10000-ഓളം പിൻകോഡുകളിലേക്ക് അവർ ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത് FY27. പിന്നെ അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ലോഗിനെ അവർ അക്വയർ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞില്ല. അത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ ഒരു ബ്രാൻഡിനെ അവർ 100% അക്വയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സൈഡിൽ അത് മാർജിൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്ന ഒരു കാര്യമാണത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് കൊടുത്തിരുന്നത്. പിന്നെ ഈ അഡ്ജസ്റ്റഡ് എബിറ്റയും നോർമൽ എബിറ്റയും തമ്മിലുള്ള അതിൻ്റെ കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പോൾ അവരുടെ ഗൈഡൻസ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലേക്ക് മാനേജ്മെന്റ് പറയുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 28-30% റവന്യൂ ഗ്രോത്ത് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ 70% റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്ന എടുക്കേണ്ട ആവശ്യമില്ല. അവർ 28-30% മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുകളിൽ നമ്മൾ പെർഫോം ചെയ്യുന്നുള്ള കാര്യമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള. റവന്യൂ ഗ്രോത്തിന്റെ അവർ ഗൈഡൻസ് പറഞ്ഞ് 28-30%. അതുപോലെ തന്നെ മാർജിൻസിലും ക്ലിയർ ആയിട്ടുള്ള ഗൈഡൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അഡ്ജസ്റ്റഡ് എബിറ്റ മാർജിൻ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഏകദേശം 3.8% ആണ് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ അവർക്കുണ്ടായിരുന്നത്. ഓരോ വർഷം FY27-ലും FY28-ലും അതൊരു 100-120 ബേസിസ് പോയിന്റ് വരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. അതായത് അടുത്ത FY27-ൽ ഏകദേശം ഒരു 5% ഈ പറഞ്ഞ അഡ്ജസ്റ്റഡ് എബിറ്റയുടെ മാർജിൻസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം FY27-ലും 28-ലും ആ രീതിയിൽ ഗ്രോത്ത് വരും. അതിനുശേഷം 29-30 ആ ഒരു സമയത്തേക്ക് എത്തുമ്പോഴത്തേന് ഇവരുടെ എബിറ്റ മാർജിന്റെ ഗ്രോത്ത് 200-250 ബേസിസ് പോയിന്റിന് ഇമ്പ്രൂവ്മെന്റ് എബിറ്റ മാർജിനിൽ വരും എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറയുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ ഈ ഒരു ബിസിനസിന്റെ പൊട്ടൻഷ്യൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എബിറ്റ മാർജിൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു ലോ ഡബിൾ ഡിജിറ്റിലേക്ക് വരെ എത്താൻ പറ്റുമെന്നുള്ള കാര്യം. അതായത് ഒരു 10-11-12% ആ ഒരു ശതമാനത്തിലേക്ക് അവരുടെ എബിറ്റ മാർജിൻസ് കാര്യങ്ങളിലൊക്കെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ആ ഒരു ബിസിനസ് എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറയുന്നത്. ഇപ്പം നോക്കിയാൽ 3.8% ഉള്ളതാണ്, അടുത്തൊരു 3-4 വർഷം കൊണ്ട് തന്നെ 10% അല്ല അതിന് മുകളിലേക്ക് എത്തുന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി, നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്താൽ മതി. നമുക്ക് വേണ്ടത് അടുത്തൊരു വർഷത്തെയാണ് നമുക്ക് അറിയേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു 5 വർഷത്തിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. കാരണം എന്തെല്ലാം കാര്യങ്ങൾ ആ ഒരു സമയത്ത് മാറ്റം വരാം. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഫൈനാൻഷ്യൽ ഇയർ എന്താ നടക്കുന്നതാണ് നമുക്ക് അറിയേണ്ടത്. അത് നോക്കുമ്പോൾ ഏകദേശം ഒരു 30%, 28-30% ഗ്രോത്തും അതുപോലെ തന്നെ 5% എബിറ്റ മാർജിൻ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് അവരുടെ അടുത്ത വർഷം അവർ പ്രോഫിറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ സാധ്യത ഏകദേശം ഒരു 150-200 കോടി അല്ലെങ്കിൽ 200-220 കോടി വരെയൊക്കെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും ഒരു 200 കോടിയുടെ പ്രോഫിറ്റ് എടുത്താൽ മതി. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അവരുടെ മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ട് അവരുടെ കറണ്ട് ബി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 110 ആ ഒരു റേഞ്ചിലാണ് കറണ്ട് ബി ഉള്ളത്. ഇനി 200 കോടി വെച്ചിട്ട് നമ്മൾ അവരുടെ ഫോർവേഡ് പി കാൽക്കുലേറ്റ് ചെയ്താൽ ഫോർവേഡ് പി വരുന്ന ഏകദേശം ഒരു 60-65 ഇടയ്ക്കായിട്ടാണ് അവരുടെ ഫോർവേഡ് പി വരുന്നത്. ഏകദേശം 30% റവന്യൂ ഗ്രോത്ത് വരുന്ന ഒരു കമ്പനിയിൽ ഫോർവേഡ് പി ആയിട്ട് വരുന്നത് 60 അപ്പോൾ പെക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറൗണ്ട് 2 അടുത്തായിട്ടാണ് അവരുടെ പെക് റേഷ്യോ കാര്യങ്ങൾ വരുന്നത്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ട് തന്നെയാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. പക്ഷേ ഹൈ ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. അടുത്ത FY27-28 നോക്കിയാൽ മാനേജ്മെന്റ് കമ്പനി അനുസരിച്ച് നല്ല പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കാണ്. അവർ നല്ല രീതിയിൽ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോനെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ കാര്യങ്ങളായിട്ടൊന്നും എടുക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റോക്കിനെ പഠിക്കുക, അതിനുശേഷം നിങ്ങളുടെ ഡിസിഷൻസ് സ്വന്തമായിട്ട് മേക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചതിന് ശേഷം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. എന്തായാലും ഇതൊരു ചെറിയ കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ നല്ല റിസ്ക് കാര്യങ്ങളുള്ള സ്റ്റോക്കാണ്. എന്തായാലും കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് നിങ്ങളുടെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.